നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദലുമായി സംസ്ഥാന സർക്കാർ കാർഷിക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നെല്ല് സംഭരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പറയൂ പ്രതീഷ്, യോഗ തീരുമാനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. സ്മിത, നെല്ല് സംഭരണത്തിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നെല്ല് സംഭരിച്ചാലും കർഷകർക്ക് കൃത്യസമയത്ത് പൈസ ലഭിച്ചിരുന്നില്ല. വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിൽ കർഷകരെ സംബന്ധിച്ച് നിലനിന്നിരുന്നു. അതിനുൾപ്പെടെ വലിയ പൊളിച്ചെഴുത്തുമായി സംസ്ഥാന സർക്കാർ ഒരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. നെല്ല് സംഭരണങ്ങളുടെ ചുമതല ഈ കാർഷിക സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദൽ നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയുമാണ് ഇതിന്റെ തുടർ നടപടികൾക്കായി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നെല്ല് സംഭരണത്തിനായി പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വഴി നെല്ലുകൾ സംഭരിക്കുകയും PRS വായ്പ എന്നുള്ള സമ്പ്രദായം ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ സംഭരിച്ച നെല്ലിന്റെ പൈസ കാലതാമസമില്ലാതെ തന്നെ കർഷകന് നൽകുമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ താലൂക്ക് തലത്തിൽ സഹകരണ സംഘങ്ങളുടെയും പാടശേഖര സമിതികളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തിൽ നോഡൽ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ നെല്ല് സംഭരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ പണം കർഷകർക്ക് നൽകുകയും ചെയ്യുന്നത്. ഒപ്പം സഹകരണ സംഘങ്ങൾ വഴി അതാത് പ്രദേശങ്ങളിലെ നെല്ലുകൾ സംഭരിക്കുകയും നോഡൽ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മില്ലുകളിൽ ഇത് സംസ്കരിക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം നിശ്ചയിച്ച ഔട്ട് ടേൺ റേഷ്യോ പ്രകാരം നെല്ല് സംസ്കരിച്ച് പൊതുവിതരണ സംവിധാനത്തിലേക്ക് നേരിട്ട് എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സ്വകാര്യ മില്ലുടമകളുമായി നേരത്തെ പലതവണ ചർച്ച നടത്തിയെങ്കിലും ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ചേർന്ന യോഗം കാർഷിക സഹകരണ സംഘം വഴി നെല്ല് ശേഖരിച്ച് കാലതാമസമില്ലാതെ ഈ പൈസ കർഷകർക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളും. തുടർ നടപടികൾ ചീഫ് സെക്രട്ടറിയും അതാത് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും നിർദ്ദേശിക്കും. അങ്ങനെയെങ്കിൽ അധികം കാലതാമസമില്ലാതെ തന്നെ നിലവിലെ ഈ സംവിധാനം മാറിക്കൊണ്ട് തന്നെ പുതിയ സഹകരണ സംഘത്തിലേക്ക് നെല്ല് സംഭരണം എത്തും എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. MG പ്രതീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.